പാലക്കാട് എലപ്പുള്ളിയിലെ വൻകിട മദ്യനിർമ്മാണശാലയ്ക്ക് അനുമതി നൽകിയ സർക്കാർ നടപടിയെ ജനതാദൾ എസ് പിന്തുണച്ചു. നേരത്തെ എതിർപ്പ് ഉയർന്നെങ്കിലും മന്ത്രി കെ കൃഷ്ണൻകുട്ടി കാര്യങ്ങൾ വിശദീകരിച്ചോടെ നേതൃയോഗം പിന്തുണ പ്രഖ്യാപിക്കുകയായിരുന്നു. മന്ത്രിമാറ്റം വേണമെന്ന ആവശ്യത്തെ സംസ്ഥാന അധ്യക്ഷൻ മാത്യു ടി തോമസ് പിന്തുണച്ചില്ല. ആർ ശ്രീജിത്ത് ആയിരുന്നു തിരുവനന്തപുരത്ത്. ശ്രീജിത്ത്, അദ്ദേഹം മന്ത്രിയാകാൻ ഒരു കൊല്ലത്തേക്ക് മന്ത്രിയാകാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞത് ഒരു കൊല്ലം ചെറിയ കാലയളവായതുകൊണ്ടാണോ അതോ അദ്ദേഹത്തിന് അത് അത്ര ഇഷ്ടപ്പെടാഞ്ഞാണോ? SKN മന്ത്രിസ്ഥാനത്തേക്ക് ഇല്ല എന്നൊരു നിലപാടാണ് മാത്യു ടി തോമസ് സ്വീകരിച്ചിരുന്നത്. ഈ ജില്ലാ പ്രസിഡന്റുമാർ നേരത്തെ സംസ്ഥാന അധ്യക്ഷന് കെ കൃഷ്ണൻകുട്ടിയെ മാറ്റണമെന്നാവശ്യപ്പെട്ട് കത്ത് നൽകിയപ്പോഴും അവരോടും താൻ മന്ത്രിസ്ഥാനത്തേക്കില്ല, തൻ്റെ പേരിൽ അത്തരമൊരു കലാപം പാർട്ടിക്കകത്ത് നടത്തേണ്ടതില്ല, അതിന് താൻ നിന്നുകൊടുക്കില്ല എന്ന നിലപാടാണ് മാത്യു ടി തോമസ് സ്വീകരിച്ചത്. കഴിഞ്ഞ ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലാവധി ഏതാണ്ട് 3 കൊല്ലം പിന്നിട്ടപ്പോഴാണ് മാത്യു ടി തോമസിനെ മാറ്റി കെ കൃഷ്ണൻകുട്ടി മന്ത്രിയായത്. അന്ന് തന്നെ അദ്ദേഹത്തിന് അക്കാര്യത്തിൽ അതൃപ്തിയുണ്ടായിരുന്നു. എന്നാൽ പരസ്യമായ ഒരു കലാപത്തിനോ ഏറ്റുമുട്ടലിനോ മാത്യു ടി തയ്യാറാകുന്നില്ല. അദ്ദേഹത്തിൻ്റെ ഇതുവരെയുള്ള രാഷ്ട്രീയ ചരിത്രവും അത്തരം പരസ്യ വിവാദങ്ങൾക്കോ ഏറ്റുമുട്ടലിനോ പോകുന്നതല്ല. എന്തായാലും ഒരു കൊല്ലത്തേക്കുള്ള കാലത്തേക്ക് മന്ത്രിയാകാനൊന്നും താനില്ല എന്ന് പ്രഖ്യാപിച്ച് ഈ വിവാദത്തിന് മന്ത്രിസ്ഥാനം മാറ്റണമെന്ന ആവശ്യത്തിന് അവിടെ തന്നെ തടയിടുകയാണ് മാത്യു ടി തോമസ് ചെയ്തത്. ഓക്കെ, താങ്ക് യു. ആർ ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്.